സർപ്പം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർപ്പിൾ ആകൃതിയിൽ ഫ്രീക്വൻസികൾ, ചില പ്രത്യേക ഫ്രീക്വൻസികളുണ്ട്. ഈ ഇപ്പൊ ചില ഫ്രീക്വൻസിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബോഡിക്ക് എന്ത് സംഭവിക്കും? ബോഡിയെ താറുമാറാക്കി കളയും, റേഡിയേഷൻ വരും. ആ റേഡിയേറ്റീവ് ലെവലിലുള്ള ഫ്രീക്വൻസിനെ സർപ്പം എന്ന് സൂക്ഷ്മ തലത്തിൽ പറയാം. അതിന്റെ പ്രകൃതിയിൽ കാണുന്ന സ്ഥൂല രൂപമാണ് പാമ്പ്. പാമ്പ് കടിച്ചാലും പ്രശ്നമാവുമല്ലോ. ആ സ്ഥൂലമായിട്ടുള്ള സർപ്പദോഷം എന്ന് പറഞ്ഞാൽ പാമ്പ്. അതാണ് ജീവസൻ ബാധകേസോ ഏറെ ദുഹേ കേന്ദ്ര സംസ്ഥ സർപ്പാണാമൂത്രമാനം എന്നൊക്കെ പറഞ്ഞ് പ്രമാണം പറയണത്. അതുപോലെ 6-8-12 സർപ്പം നിന്ന് കഴിഞ്ഞാൽ സർപ്പദോഷം എന്ന് പറയണം. അപ്പൊ സ്ഥൂലമായിട്ടുള്ള സർപ്പദോഷം സൂക്ഷ്മമായിട്ടുള്ളത് എടുക്കാലോ. നിനക്ക് റേഡിയേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് പണിയാവും, ചൊറിച്ചിലും പണ്ടാറും ഒക്കെ ബോഡിയിൽ വരും അല്ലെ. അപ്പൊ അതിന് പരിഹാരം എന്താ? റേഡിയേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റേഡിയേഷനെ ഒഴിവാക്കാൻ തക്കതായിട്ടുള്ള ഒരു എനർജി ഫീൽഡിലേക്ക് എത്തണം. ഇവിടെയും ഇപ്പോൾ റേഡിയേഷൻ ചികിത്സകളൊക്കെ പലപ്പോഴും നടത്തുന്നുണ്ടല്ലോ. പഴയ കാലത്ത് റേഡിയേഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അത് ചെയ്യാതെ പലതരത്തിലുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് പല സൂചികളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സമയത്ത്. പിന്നീട് ഇപ്പൊ അത് മാറ്റിയല്ലോ. കാര്യം എന്താ? ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതേപോലെ എനർജികളെ പറ്റിയും റേഡിയേഷനെയൊക്കെ പറ്റിയും പഴയ കാലം മുതലേ ഈ ഹൈന്ദവ തത്വങ്ങളിൽ ക്ഷേത്ര അടിസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിരുന്നു. എന്നാൽ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ സർപ്പദോഷം എന്ന് പറഞ്ഞാൽ സർപ്പിളാകൃതിയിൽ ഫ്രീക്വൻസി ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന എനർജി, അതാണ് സർപ്പം. അപ്പൊ ആ സർപ്പദോഷത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സർപ്പം എന്താണ്, സർപ്പദോഷം എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പോ ആ സർപ്പദോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അതേ ഒരു ഓപ്പോസിറ്റ് എനർജി കൊടുത്ത് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഈ റേഡിയേഷൻസും സർപ്പ എനർജിയും ചെയ്തു വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് സർപ്പപ്രതിഷ്ഠ. അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ സർപ്പത്തിന് ചുറ്റി വളഞ്ഞു പോവാ. ഈ പ്രശ്നം ഏകദേശം മാറുമെന്നാണ് പറയുന്നത്. പല ആൾക്കാരും ചൊറിഞ്ഞ് പൊട്ടി പണ്ടാരടങ്ങി ഇരുന്നിട്ട് ഒരു മരുന്നും കഴിച്ചിട്ട് ഭേദാവാത്ത ആൾക്കാരും ചിലപ്പോൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ചുറ്റി തിരിഞ്ഞു വരുമ്പോൾ അത് മാറാറുണ്ട്. കാരണം അത് കോസ്മിക് ലെവലിൽ വർക്ക് ചെയ്യുന്നു. ഇത് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ അത്ര അനുഭവം മാത്രമാണ് പറയുന്നത്. പലരുടെയും മാറിയിട്ടുള്ളത്. നമ്മളിത് വർഷങ്ങളായിട്ട് ജ്യോതിഷം നോക്കുമ്പോൾ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പലരുടെയും മാറിയതായിട്ട് പറയാറുണ്ട്. അത്തരത്തിൽ അതിനെ എടുക്കുകയും വേണം. അപ്പോ പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ അത് കോൺസെപ്റ്റ്. പിതൃദോഷം എന്തുവാ? മരിച്ചു പോയിട്ടുള്ള അപ്പനപ്പന്മാർക്ക് ബലിയിടാത്തതിന്റെ പ്രശ്നങ്ങളും സ്വന്തം അച്ഛനെ തെറി വിളിക്കുക, ഇതൊക്കെ പിതൃദോഷം ഉണ്ടാക്കും. ഇതിന്റെ കൂടെ വരുന്ന സാധനമാണ് മാതൃദോഷം. 4-ാം ഭാവം അല്ലെങ്കിൽ ചന്ദ്രൻ 6-8-12 രാശിയിലൊക്കെ പോയി ഇത് വരും. ഇത് 9-ാം ഭാവം അല്ലെങ്കിൽ സൂര്യൻ 6-8-12 രാശിയിൽ പോയി പിതൃദോഷം നമ്മൾ നോക്കുമ്പോൾ കാണും. അപ്പൊ ഇങ്ങനെ വരുമ്പോ മാതൃപിതൃദോഷം എന്ന് പറയുന്നത് ദോഷം ഒരു നല്ല കോൺസെപ്റ്റ് അല്ലേ? എന്തുകൊണ്ടാ? അച്ഛനും അമ്മയും എപ്പോഴും നോക്കപ്പെടേണ്ടവരാണ്. അവരെ മക്കൾ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ അവരുടെ ശാപം ഉണ്ടാവും. നിങ്ങള് മക്കളുള്ളവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളെ മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ഭയങ്കരമായിട്ട് ഉള്ളിൽ തട്ടും, ഓ ഇവനേക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇവളേക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്നുള്ളൊരു ചിന്ത വരും. അത് ശാപമായിട്ട് കിടക്കും, സ്വാഭാവികം മാത്രം. ഇതില്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പഠിക്കണം. മൈൻഡ്, വാട്ട് ഈസ് മൈൻഡ്? ബ്രെയിൻ ആണോ മൈൻഡ്? ഇമോഷൻ ആണോ? എനർജി ആണോ? മൈൻഡ് ഓർ മാറ്റർ എന്നൊക്കെ പറഞ്ഞ കുറെ കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ 2011 11-12 അറിയില്ല, ഈ മാസ്റ്റർ ഡിഗ്രി സൈക്കോളജിയിൽ എടുത്തു. എന്റെ ഫസ്റ്റ് മാസ്റ്റർ ഡിഗ്രി ഇറ്റ് വാസ് ഇൻ എക്കണോമിക്സ്. രണ്ടാമത് ഞാൻ സൈക്കോളജിയിൽ എടുക്കാൻ കാര്യം ഈ മനഃശാസ്ത്രം പഠിക്കണമല്ലോ, മനസ്സിന്റെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയണമെന്ന് വിചാരിച്ചിട്ടാണ് അത് പഠിക്കാൻ പോയത്. അപ്പൊ പറഞ്ഞത് മനസ്സ് വർക്ക് ചെയ്യുമെന്ന് തന്നെ പറയുന്ന, അല്ലെങ്കിൽ പിന്നെ ഈ മനഃശാസ്ത്രം എന്ന് പറയുന്ന സംഭവം വേണ്ടല്ല. കാണാത്ത സംഭവത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കും? പോട്ടെ, ഗുരുശാപം. അപ്പൊ ഞാൻ കളരി മറ്റുള്ള സംഭവങ്ങളും വർഷങ്ങളായിട്ട് പഠിപ്പിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ചാനലല്ല മറ്റേ ചാനൽ കണ്ട് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ കളരി പഠിപ്പിക്കുമ്പോൾ, കളരി പഠിക്കാൻ തന്നെ വർഷങ്ങൾ എടുക്കും. 10-24 വർഷമൊക്കെ നമ്മൾ പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ച്, അല്ലെങ്കിൽ 12 വർഷം പഠിച്ചാലേ കളരി ഗുരുക്കളാവുള്ളൂ. ഈ ഗുരുക്കളുടെ ശാപം മേടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്ന് പറയുന്നത് അതിൽ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെയ്യുന്നതെല്ലാം പഴക്കും. കാര്യം അതിലൊരു എനർജി നമ്മൾ പഠിച്ച് അനുഭവിച്ച് ഫീൽ ചെയ്യാറുണ്ട്. ജ്യോതിഷമായ ഫീൽഡും മാന്ത്രിക താന്ത്രിക ഫീൽഡും എല്ലാം ഇതേപോലെ തന്നെ. അപ്പൊ ഗുരുവിന്റെ ശാപം ഉണ്ടോ എന്നുള്ളത്. പിന്നെ ബ്രാഹ്മണ ശാപം. ബ്രാഹ്മണ ശാപം എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരാള്, എപ്പോഴും നല്ല പ്രവർത്തികൾ മാത്രം ചെയ്ത് ഏറ്റവും പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരാള് വിചാരിക്കുകയാണ് ഇവ നശിച്ചു എന്ന് വിചാരിച്ചാൽ അയാളുടെ മൈൻഡിന്റെ പവർ കൊണ്ട് നശിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറയണം. ഇത് ഒരു സൂക്ഷ്മ തലത്തിലുള്ളതാണ്. ഈ ബ്രാഹ്മണൻ വന്നിട്ട് അവനെ ഓടിച്ചിട്ട് തല്ലാനോ പിടിക്കാനോ പഴയ കാലത്തെ പോലെ പോകും
പഴയകാലത്ത് പോകുന്നു എന്നല്ല പറയുന്നത്. നിങ്ങൾക്കറിയാം ആചാരാനുഷ്ഠാനങ്ങളും ബ്രാഹ്മണ മേധാവിത്വം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഇതിവിടെ ഡയറക്റ്റ് സ്ഥൂല രീതിയിലല്ല, സൂക്ഷ്മ രീതിയിൽ. പ്രേതഭൂതൻ, പ്രേതഭൂതത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. കാരണം എല്ലാ മതങ്ങളിലും മരണത്തിന് ശേഷമുള്ള ഗതിയെ പറ്റിയും മരണത്തിന് ശേഷമുള്ള പല രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്. നമ്മളിപ്പോ നിലവിൽ ഇവിടെ ഉള്ള എല്ലാ മതത്തിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ തെറ്റാണെങ്കിൽ പ്രേതഭൂതം ഇല്ല എന്ന് പറയട്ടെ, പ്രശ്നമില്ല. അപ്പൊ ഗുളികൻ 6, 8, 12 പോവുകയും ദൃഷ്ടിയാദികളും മറ്റുള്ളതൊക്കെ കൊണ്ടിട്ടൊക്കെ നമുക്ക് ഇത് പറയാനായിട്ട് സാധിക്കും. ഇനി പറയുന്നതാണ് ദൃഷ്ടിബാധ. നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ നോക്കിയിരുന്ന് ത്രാടമൊക്കെ ചെയ്ത് ഒരു ദൃഷ്ടി ചെയ്ത് യന്ത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദൃഷ്ടി, അല്ലെങ്കിൽ നീ നശിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദൃഷ്ടിയും കള്ളദൃഷ്ടിയും ഒന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ദേവതകളുടെ ദൃഷ്ടിയും ഒക്കെ ഇതിലാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ചിലവരുണ്ട്. നിങ്ങളിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ് രക്ഷപ്പെടുന്നുണ്ടോ ഹോ അത് രക്ഷപ്പെടുന്നുണ്ടല്ലോ ദൈവം, എന്റെ ബിസിനസ്സിൽ അവൻ നശിച്ചു പോയെങ്കിൽ മതിയാർന്ന് എന്നൊക്കെ ഇതുണ്ട്. എടോ, ഇത് ഞാൻ 2008 തുടങ്ങിയ ജ്യോതിഷം നോക്കുമ്പോ ആളുകള് എന്റെ അടുക്ക് ഇഷ്ടം മാറി വരെ അപ്പുറത്തെ കടക്കാരൻ പ്രശ്നമാണ്, ഇപ്പുറത്തെ കടക്കാരൻ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവൻ അവിടെ കടയിട്ട് പിന്നെ നമുക്ക് പ്രശ്നമാണ്, എങ്ങനെയെങ്കിലും ഒന്ന് അവനൊന്ന് ഓടിച്ചു തരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംമാരി പേര് വന്നിട്ടുണ്ട്. വാക്ഭവാവം എന്ന് പറഞ്ഞാൽ ശാപം വാക്കുകൊണ്ട് പറയുന്നത്, ഗുളികൻ നാവിന്റെ തുമ്പത്ത് നിൽക്കുമ്പോൾ ബലിക്കും എന്നൊക്കെ പറയുന്ന ചില കേസുകളല്ലേ അത്. പിന്നെ വിഷം, മിത്രേ സപ്തമേവ അഷ്ടമേവ രാഹോ മാന്തോ തിഷ്ഠ ശോളഭുക്തി എന്ന് പറഞ്ഞ അടിസ്ഥാനത്തില് ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശമുള്ള സാധനങ്ങൾ സ്ഥൂല രീതിയിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പലത് മോദിയോ വല്ല മരുന്നുകളൊക്കെ കൂട്ടി നിങ്ങൾക്ക് തന്നുണ്ടോ. മരുന്ന് വലിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ചില സൈഡ് ഇഫക്റ്റും വയറുവേദനയും കുഴപ്പങ്ങളും എനർജിയെ താത്തുന്ന തരത്തിലുള്ള വല്ല മരുന്നുകൾ തന്നിട്ടുണ്ടോ. അടുത്തത് ശത്രു. ഈ ശത്രു ചെയ്യുന്ന കർമ്മങ്ങളാണ്. നേരിട്ട് ശത്രുത ഉള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത് ചെയ്യുന്ന പരിപാടിയാണ്